വെൽക്കം ടു കച്ചട്ടത്തപ്പ മലയാളം പോഡ്കാസ്റ്റ്. ഹിറ്റ്ലറുടെ ഉപദേശക വൃന്ദത്തിൽ ഒരു ജൂതനുണ്ടായിരുന്നു. ഇതിൻ്റെ ആധികാരികത എത്രയെന്നോ സത്യാവസ്ഥ എത്രത്തോളമെന്നോ പറയുവാൻ കഴിയില്ല. കേട്ടൊരു കഥയാണ്. ഹിറ്റ്ലറുടെ നാസി പട്ടാളം ജൂതന്മാരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ നാസി പട്ടാളം ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയും അവിടെ വെച്ച് ഹിറ്റ്ലറെ ആരാധിക്കുകയും ഹിറ്റ്ലറിൻ്റെ ചെയ്തികളിൽ അനുഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണാനിടയാവുന്നു. ഇതുകണ്ട് അതിശയം തോന്നിയ പട്ടാളക്കാർ അയാളെ തങ്ങളുടെ ഓഫീസറുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്നും ഹിറ്റ്ലറുടെ അടുത്ത ഏജൻറ്റുകളുമായി അയാൾ നാസി കൂടാരത്തിലെത്തുകയും പിന്നീട് ഹിറ്റ്ലറുമായി ചങ്ങാത്തം സ്ഥാപിക്കുകയും ചെയ്യുന്നു. ജൂതന്മാരോട് അത്രമേൽ വെറുപ്പുണ്ടായിരുന്ന ഹിറ്റ്ലർക്ക് ഈ ജൂതനെ ആദ്യം അത്ര കണ്ടങ്ങ് ബോധിക്കുന്നില്ല. ലോകത്ത് ഒരു ജൂതനും തൻ്റെ സംഘത്തിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഹൃദയവിശാലത ഉണ്ടാവില്ലെന്ന് അയാൾക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. ഹിറ്റ്ലർ തൻ്റെ പോലീസിനെ വിട്ട് ഈ ജൂതൻ്റെ പശ്ചാത്തലം അന്വേഷിച്ചു. ആ അന്വേഷണങ്ങളിൽ നിന്നും ഹിറ്റ്ലർക്ക് കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുകയാണ്. ആ ജൂതൻ്റെ ഇളയ സഹോദരിമാരെ തൻ്റെ പട്ടാളം ബലാത്സംഗം ചെയ്തതാണെന്നും അയാളുടെ അച്ഛൻ ഹോളോകാസ്റ്റിൽ നിന്നും മരണപ്പെട്ടതാണെന്നും ഹിറ്റ്ലർക്ക് മനസ്സിലായി. അങ്ങനെ ഹിറ്റ്ലർ ആ ജൂതനെ അടുത്തു വിളിച്ച് തന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുണ്ടായ സാഹചര്യം എന്തെന്ന് ചോദിച്ചു. ആ ജൂതൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: സർ, നിങ്ങളെൻ്റെ സഹോദരിമാരെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തി, കുടുംബത്തെ ഉന്മൂലനം ചെയ്തു. സത്യത്തിൽ ഏറെ നാൾ ഞാൻ അതേപ്പറ്റി ആലോചിച്ചപ്പോൾ താങ്കൾ ചെയ്തത് വളരെ ശരിയാണ്. ഞാനടക്കമുള്ള ജൂതന്മാർ എപ്പോഴും രാജ്യത്തിനെതിരായി സംസാരിച്ചു കൊണ്ടിരുന്നു. ഈ സുന്ദരമായ ജർമ്മനിയിൽ ജന്മമെടുക്കാൻ പുണ്യം ചെയ്തിട്ടും അവരിവിടുത്തെ ഭരണാധികാരികളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. ജർമ്മനിയെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറ്റിക്കൊണ്ടിരിക്കുന്ന താങ്കളെ അവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവർ താങ്കൾ മരിക്കാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് അസൂയയാണ്. ഇവർ പെറ്റുപെരുകിയാൽ നാളെ രാജ്യത്തിൻ്റെ അധികാര സമവാക്യങ്ങളിൽ മാറ്റം വരും. ഈ രാജ്യത്തിൻ്റെ പൈതൃകമായ ആര്യ സംസ്കൃതിക്ക് തകർച്ച നേരിടും. അതുകൊണ്ട് തന്നെ അവർ കൊല്ലപ്പെടേണ്ടതാണ്. ഞാനും നാളെ നിങ്ങൾക്ക് ആപത്തായിത്തീരും. എന്നെയും കൊന്നുകൊണ്ട് ഈ നശിച്ച ജൂതന്മാരുടെ എണ്ണത്തിൽ കുറവ് വരുത്തൂ. ഞാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. മറുപടി കേട്ട ഹിറ്റ്ലർ സ്തബ്ധനായി. ഹിറ്റ്ലർ വളരെയേറെ കുശാഗ്രബുദ്ധിയുള്ളവൻ ആയിരുന്നെങ്കിലും സാമാന്യബോധം അല്പം കുറവായിരുന്നു. പുകഴ്ത്തലുകളും താങ്ങലുകളും അയാളുടെ ദൗർബല്യമായിരുന്നു. അതുകൊണ്ട് തന്നെ മുതിർന്ന നാസികളിൽ പലരും എതിർത്തിട്ടും അയാൾ ആ ജൂതനെ തൻ്റെ കൂടെ കൂട്ടി. എങ്കിലും ജൂതനെ സഹപ്രവർത്തകരായ നാസികൾ സംശയത്തോടെയാണ് നോക്കിക്കണ്ടത്. സംഗതി എന്തൊക്കെ പറഞ്ഞാലും ഇവൻ്റേത് ജൂതരക്തമാണ്. എപ്പോഴാണ് പണി തരുന്നതെന്ന് ഊഹിക്കാൻ പറ്റില്ല. അവർ പരസ്പരം മന്ത്രിച്ചു. ഈ കാര്യം മനസ്സിലാക്കിയ ജൂതൻ അവരുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ ചെയ്ത കാര്യങ്ങൾ നാസികളെപ്പോലും ഞെട്ടിച്ചു. അയാൾ ജർമ്മനിയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന തൻ്റെ നൂറുകണക്കിന് സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും നാസികൾക്ക് കാണിച്ചു കൊടുത്തു. സൈന്യം ചെന്ന് അവരെയൊക്കെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞു. ജർമ്മനിയിൽ നിന്ന് ഫ്രാൻസിലേക്ക് ഒളിച്ചോടാൻ സഹായം അഭ്യർത്ഥിച്ച തൻ്റെ മാതൃ സഹോദരിമാരെ തന്ത്രപൂർവ്വം കുടുക്കി നാസികളെ കൊണ്ട് റേപ്പ് ചെയ്യിപ്പിച്ച് കൊലപ്പെടുത്തി. നാസി അനുകൂല പത്രങ്ങളിൽ തൻ്റെ പേര് വെച്ച് ജൂതന്മാർക്കെതിരെ തുടർച്ചയായി കള്ളപ്രചാരണങ്ങൾ നടത്തി. വിഷം വമിക്കുന്ന വാക്കുകളാൽ എഴുതി അങ്ങേയറ്റം വിദ്വേഷം ആളിക്കത്തിച്ചു. ഇത് കണ്ട് നാസി അനുഭാവികളായ ജനക്കൂട്ടം അയാൾക്ക് വേണ്ടി കൈയടിച്ചു. നാസികളുടെ അഭിമാനമായി മാറിയ ജൂതനെന്നും ഈ ഒരൊറ്റ ജൂതൻ മാത്രമേ ജർമ്മൻ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുള്ളൂവെന്നും അവർ ഉറക്കെ പറഞ്ഞു. അക്കാലത്ത് ഏറ്റവും ക്രൂരമായ പ്രവൃത്തികൾ ചെയ്തത് ഈ ജൂതനായിരുന്നു. നാസികളെ ബോധ്യപ്പെടുത്തുവാനായി അയാൾ നാസികൾ വെറുതെ വിട്ടവരെ കൂടി കൊലപ്പെടുത്തി കഴിവ് തെളിയിച്ചു. ചില പ്രാദേശിക നാസി നേതാക്കൾ അവരുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളായ ജൂതരെ സംരക്ഷിച്ചു നിർത്താൻ തീരുമാനിച്ചെങ്കിലും ജൂതൻ ഈ വിവരം മേൽമേധാവികളെ അറിയിച്ച് സൈനികരെ വിട്ട് കൊലപ്പെടുത്തി. ഒരു ജൂതനും രക്ഷപ്പെട്ടുകൂടാ എന്ന് അയാൾ അലറി. നാസികളായ സാധാരണക്കാരിൽ അയാൾ ഒരു ഹീറോ ആയി മാറി. എന്നാൽ സത്യത്തിൽ ഈ ജൂതൻ അങ്ങേയറ്റം കുരുട്ടുബുദ്ധിയായിരുന്നു.
ജർമ്മനിയിൽ വരാൻ പോകുന്നത് നാസിക്കാലമാണെന്നും എതിർത്തു നിന്നിട്ട് യാതൊരു ഗുണവുമില്ലെന്നും ഈ ജൂതൻ ആദ്യമേ കണക്കുകൂട്ടിയിരുന്നു. നാസികളുടെ ഒപ്പം നിന്നോടിയാൽ ലാഭം വളരെ വലുതാണ്. അതിന് ആദ്യം അല്പബുദ്ധിക്കാരായ നാസികളുടെ വിശ്വാസം നേടിയെടുക്കണം. അതിനുവേണ്ടി അയാൾക്ക് നഷ്ടമായ ഉറ്റവരെ തള്ളിപ്പറഞ്ഞു. അയാളുടെ ആസൂത്രണങ്ങൾ വിജയിച്ചു. ജർമ്മനിയിലെ ഒരു പുരാതന നാടക കമ്പനി ഏറ്റെടുത്ത് നടത്തി സാമ്പത്തികമായി മുടിഞ്ഞ അയാൾ മെച്ചപ്പെട്ടു. ജൂതന്മാരെ കൊല്ലാനും അവർക്കെതിരെ പ്രചരണം നടത്താനും നാസി സർക്കാർ മുഖേന ഒഴുകിയെത്തിയ പണം അല്പാൽപമായി അടിച്ചുമാറ്റി കിഴക്കൻ ജർമ്മനിയിൽ അയാൾ വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടി. ആ പണം ഉപയോഗിച്ച് മറ്റു പല ഇടപാടുകളും നടത്തി. എങ്കിലും സഹോദരിമാരും കുടുംബവും നഷ്ടപ്പെട്ടതിൻ്റെ വിഷമം ഇടയ്ക്ക് അയാളിൽ ഒരു മന്ദതയുണ്ടാക്കി. അത് മറികടക്കാൻ പിടിച്ചുകൊണ്ടുവന്ന സ്ത്രീകളോട് അയാൾ കൊടും ക്രൂരതകൾ കാട്ടി. എന്നാൽ ഇതിൻ്റെയൊക്കെ അവസാനം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന നാളിൽ ഹിറ്റ്ലറുടെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടു എന്ന് ജൂതൻ മനസ്സിലാക്കി. സ്റ്റാലിൻ നയിച്ച റഷ്യയുടെ കമ്മ്യൂണിസ്റ്റ് ചമ്പട ബെർലിൻ അതിർത്തിക്കടുത്തുവരെ എത്തി. ഇതറിഞ്ഞ ജൂതൻ തന്ത്രപൂർവ്വം നാസികളെ വെട്ടിച്ച് ഒരു മോട്ടോർ കാറിൽ റഷ്യൻ ക്യാമ്പിലെത്തി. റഷ്യൻ പട്ടാളത്തിനു മുന്നിൽ ഈ ജൂതൻ പറഞ്ഞു തുടങ്ങി, ഞാൻ ഹിറ്റ്ലറുടെ ക്രൂരതകൾ കാരണം പൊറുതിമുട്ടിയ ജൂതനാണ്. ഈ നശിച്ച നാസി ഭരണം തീർന്നു കിട്ടാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നാസികൾ ജൂതന്മാരോട് ചെയ്ത ക്രൂരതകൾ അയാൾ എണ്ണി എണ്ണി പറഞ്ഞു. അയാളിൽ ജൂതരക്തം തിളച്ചു മറിഞ്ഞു. റഷ്യൻ സൈന്യത്തിന് നാസികളുടെ രഹസ്യങ്ങളും സ്രോതസ്സുകളും കാണിച്ചു കൊടുത്തു. പിന്നീട് റഷ്യൻ സൈന്യം ഹിറ്റ്ലറുടെ വസതി വളഞ്ഞു. ഗത്യന്തരമില്ലാതെ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. എന്നാൽ ജൂതന്റെ അവസ്ഥ ഇതുവരെ നടന്നതിലും നാടകീയമായിരുന്നു. ഹിറ്റ്ലറുടെ കൊട്ടാരത്തിൽ സൈന്യം റഷ്യയുടെ റെഡ് ഫ്ലാഗ് ഉയർത്തിയതിന് തൊട്ടുപിന്നാലെ ആൾക്കൂട്ടത്തെ സാക്ഷിയാക്കി ആ ജൂതനെ വെടിവെച്ച് കൊന്ന് വിളക്കുമരത്തിൽ കെട്ടിത്തൂക്കി. ആ ജൂതനെക്കുറിച്ചും അയാൾ ചെയ്തു കൂട്ടിയ കൊടും പാപങ്ങളെപ്പറ്റിയും ജർമ്മൻ സമൂഹത്തിൽ പടർത്തിയ വിഷതുല്യമായ അന്ധകാരത്തെക്കുറിച്ചും റഷ്യൻ സൈന്യത്തിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരുന്നു. തൂങ്ങിയാടുന്ന അയാളുടെ ശവശരീരത്തിൽ സൈന്യം ഒരു ബോർഡ് കെട്ടിത്തൂക്കി. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു, ഇരകളിൽ നിന്നൊരാൾ വേട്ടക്കാർക്കൊപ്പം ഓടുന്നുണ്ടെങ്കിൽ അയാളെ പ്രത്യേകം ഓർമ്മയിൽ അടയാളപ്പെടുത്തുക. കച്ചട്ടത്തപ്പയുടെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും വരാം.